ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നിഷാറോസ് കിച്ചൻ. ഇന്ന് നമുക്ക് ഇതുപോലെ നല്ല ടേസ്റ്റിയും കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഈ വെക്കേഷൻ കാലത്ത് എങ്ങനെയാണ് വൈറ്റ് സോസ് പാസ്ത തയ്യാറാക്കുന്നത് നോക്കാം. പാസ്ത തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ 1 കപ്പ് മക്രോണി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് കുക്ക് ചെയ്തുകൊണ്ട് വരാം. മക്രോണി കുക്ക് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ ഒരു പാനിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. ആ വെള്ളം ഇപ്പം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ഓയിൽ ചേർക്കുന്നത്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന മക്രോണി ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കിയിട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് കുക്കായി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇടയ്ക്കൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. കുക്കായി തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് നേരം കൂടെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ മക്രോണി നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. കണ്ടോ, ഇത്രയും മതിയാവും. ഇനി നമുക്കിത് സ്ട്രെയിൻ ചെയ്തെടുക്കാം. അതിനായിട്ട് നമുക്കൊരു ഫിൽറ്ററിലേക്ക് ഇതൊന്ന് കോരി മാറ്റാം. ഇപ്പോൾ ഞാൻ എല്ലാ മക്രോണിയും ഇതുപോലെ സ്ട്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. നമുക്കിനി വേറൊരു പാന് സ്റ്റവിന്മേൽ വെക്കാം. അതിലേക്ക് ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഒരു 1.5 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ ക്യാപ്സിക്കമാണ് ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നത്. പിന്നെ നമുക്കതിലേക്ക് കുറച്ച് ഉള്ളി ചേർത്ത് കൊടുക്കാം. അതും ഒരു ടേബിൾ സ്പൂൺ മതിയാവും. അതുപോലെ 1 ടേബിൾ സ്പൂൺ ക്യാരറ്റും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ചെറുതായി അരിഞ്ഞു വേണം നമ്മൾ ചേർത്ത് കൊടുക്കാൻ. ഇനി ഇത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒന്ന് വഴറ്റിയെടുക്കാം നമുക്ക്. ഇതുപോലെ ചെറുതായിട്ട് വേണം നമ്മൾ കട്ട് ചെയ്ത് ചേർക്കാനായിട്ട്. സവോളയും ക്യാരറ്റും ഉള്ളിയും. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 തക്കാളിയാണ് ചേർക്കുന്നത്, ഒരു ചെറിയ തക്കാളി. അതും ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായി വഴന്ന് വരുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ തക്കാളി നന്നായി ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഞാൻ ഈ വെജിറ്റബിൾസ് ഒന്ന് വേറൊരു പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേ പാനിൽ തന്നെ ബട്ടർ ഇട്ട് കൊടുക്കാം. ഞാൻ ഇതേ പാനിലേക്ക് തന്നെ 1 സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ഇതിലേക്ക് കുറച്ച് 3 സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. ഇനി ഈ മൈദ നമുക്ക് കട്ടയൊന്നും ഇല്ലാതെ തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ആദ്യം ഈ ബട്ടറിൽ കിടന്ന് ഈ മൈദ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഈ മൈദ ഒന്ന് കുക്കാവുകയും ചെയ്യും. നമ്മളെല്ലാം ലോ ഫ്ലെയിമിലിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് കരിഞ്ഞു പോകും. ഒരു 2-3 മിനിറ്റ് ഈ മൈദ നമുക്ക് ഈ ബട്ടറിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം.
ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പാല് ചേർത്ത് കൊടുക്കാം. നമുക്കിവിടെ ടോട്ടലി 1.5 കപ്പ് പാലാണ് വേണ്ടത്. ആദ്യം നമുക്ക് കുറച്ച് പാൽ ഒഴിച്ച് ഈ കട്ടയെല്ലാം ഒന്ന് മാറ്റി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് വേണം ചെയ്യാൻ. ഇതുപോലെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി കുറച്ച് പാലും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള പാലും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ടോട്ടലി ഞാനിവിടെ 1.5 കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത്. ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ പാലിനി ഒന്ന് തിളച്ച് ചെറുതായിട്ടൊന്ന് കുറുകി വരണം. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ വൈറ്റ് സോസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 സ്പൂൺ പെപ്പർ പൗഡറാണ് ഞാനിവിടെ ചേർക്കുന്നത്. അതുപോലെ നമുക്ക് ഇതിലേക്ക് റെഡ് ചില്ലി ഫ്ലേക്സും ചേർത്ത് കൊടുക്കാം. അത് നമുക്കൊരു 1/2 സ്പൂൺ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഓൾറെഡി കുക്ക് ചെയ്ത് വെച്ചിരുന്ന വെജിറ്റബിൾസ് നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന മക്രോണി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ വൈറ്റ് സോസിൽ നമ്മുടെ ഈ വെജിറ്റബിൾസും അതുപോലെ നമ്മുടെ മക്രോണിയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി തന്നെയാണ് പാസ്തയുടെ റെസിപ്പി. ഇതിനകത്ത് നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്യുമ്പം കുട്ടികൾ ഈ പാസ്തയുടെ കൂടെ വെജിറ്റബിൾസും കഴിച്ചോളും. ഇപ്പോൾ നമ്മുടെ പാസ്ത ഏകദേശം റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ വൈറ്റ് പാസ്ത റെഡി ആയിട്ടുണ്ട്. ഉപ്പും നമ്മുടെ എരിവും ചില്ലിയും എല്ലാം നന്നായി കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. എന്നിട്ടൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പോൾ ഞാൻ ഈ വൈറ്റ് സോസ് പാസ്ത ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. കണ്ടോ എത്ര ഈസി ആയിട്ടാണ് നമ്മൾ തയ്യാറാക്കിയതെന്ന്. കുട്ടികൾക്കൊക്കെ ഈ വെക്കേഷൻ കാലത്ത് നമുക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പി തന്നെയാണ് ഈ വൈറ്റ് സോസ് പാസ്ത. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ റെസിപ്പി ഇഷ്ടമാകും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും വേണം. താങ്ക്